ഗുജറാത്തിലെ മെയിൻ ഒരു സിറ്റി ആയിട്ടുള്ള അഹമ്മദാബാദിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേയിൽ ബാഗൊക്കെ കൊണ്ടുവച്ച് ക്ലോക്ക് റൂമിൽ ബാഗെല്ലാം സേഫായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ അഹമ്മദാബാദ് സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പം അഹമ്മദാബാദിലെ ഇന്നത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം റോഡൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ വലിയ ട്രാഫിക്കൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നു, ഇപ്പോൾ ഇച്ചിരി വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ക്ലൈമറ്റിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അഹമ്മദാബാദിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ എന്തെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. കാരണം ഇവിടെ മൊത്തം കടകളെല്ലാം അത്ര വലിയ റെസ്റ്റോറൻറ്റുകളോ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലുകളോ ഒന്നും കണ്ടില്ല. ഇത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ആ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ കുറച്ച് സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് നടന്നു. ഇപ്പോൾ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ മാറിയിട്ട് ഒരു മെയിൻ റോഡിലാണ്. കണ്ടില്ല, ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. സൈഡിൽ ഫുള്ള് കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു 10-11 മണിയായി ഇവിടെ എല്ലാവർക്കും ഒന്ന് തുറന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക്. അപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ മൊത്തം സൈക്കിളിൻ്റെയും അങ്ങനത്തെ കൂടുതൽ ഹോൾസെയിൽ കടകളും അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു വശത്തോട്ടുള്ളത്. ട്രാഫിക്കും ഒട്ടും മോശമല്ലാതെ നല്ല ട്രാഫിക് ഉണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര നോയ്സൊക്കെ വരുന്നുണ്ട് ഈ വണ്ടികളുടെയും അതിൻ്റെ എല്ലാം. അപ്പോൾ നമുക്ക് ഈ വഴി നമുക്ക് നേരെ നടന്നു നോക്കാം. ഇവിടത്തേക്ക് ഓരോ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, കുറച്ച് നമ്മൾ നടന്നാലേ പറ്റത്തുള്ളൂ. നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കച്ചവടങ്ങളും പിന്നെ ആൾക്കാരുടെ ഓരോ സംഭവങ്ങളും എല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നടന്നാണ് എല്ലാം കാണാൻ ശ്രമിക്കുന്നത്. ഒരു ഫോർട്ട് ഉണ്ട്, നേരെ പോകുമ്പോൾ ഭദ്ര ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ട് ഉണ്ട്. നമ്മൾ മാപ്പിൽ കണ്ട് ലൊക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴി കണ്ടില്ലേ, ഫുള്ള് കച്ചവടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു വശത്തോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിറ്റിയുടെ ഫുള്ളൊരു മുഖച്ഛായ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനോ അല്ല, എനിക്ക് കാണാൻ പറ്റും, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലത് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും കുറച്ചും കൂടെയൊക്കെ എളുപ്പമായിരിക്കും. ഇങ്ങോട്ട് വരുന്തോറും റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞു വരിക. ഇനി വല്ല ഗല്ലിയുടെ അകത്തോട്ടാണ് ഈ റോഡ് പോകണമെന്ന് അറിയത്തില്ല. റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ചെറിയ റോഡുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കയ്യിൽ എപ്പോഴും ഒരു വെള്ളം കരുതിയേക്കണം. കാരണം വെച്ചാൽ നല്ല വെയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം എപ്പോഴും കൈ കരുതിയേക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ച് നിൽക്കുക. അതിപ്പോൾ നമ്മൾ ഇവിടെ നല്ല എവിടെ പോകുമ്പോഴത്തേക്കായാലും കയ്യിലൊരു കുപ്പി വെള്ളം ഇതുപോലെ കരുതിയേക്കണം എപ്പോഴും. ഈ സ്ട്രീറ്റ് കണ്ടോ, ഈ സ്ട്രീറ്റിൻ്റെ നടുക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നതാണ് തീൻ ദർവാസ എന്ന് പറയുന്നത്. ഈ തീൻ ദർവാസ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ പോണ ഭദ്ര ഫോർട്ടില്ലേ, ഭദ്ര ഫോർട്ടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് വരുന്ന എൻട്രൻസ് കവാടമാണ് ഈ ഒരു തീൻ ദർവാസ എന്ന് പറയുന്നത്. ഇത് മീൻ ചെയ്യുന്നതെന്ന് പറയുമ്പം തീൻ ദർവാസ എത്തിച്ചാൽ 3 എൻട്രൻസ് എന്നുള്ള ഇതിനെ വെച്ചിട്ടാണ് തീൻ ദർവാസ എന്ന് ഇതിനെ പറയുന്നത്. കണ്ടില്ലേ, 3 എൻട്രൻസ് അല്ലേ, 1 എൻട്രൻസ് 2 എൻട്രൻസ് 3 എൻട്രൻസ്. പണ്ട് ഈ 3 എൻട്രൻസ് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ നടുക്കത്തേക്കൂടെ മാത്രമേ ഉള്ളൂ വണ്ടി ഒക്കെ പോകുന്നത്. ബാക്കി 2 കച്ചവടങ്ങൾക്കായിട്ടെല്ലാം സൈഡിലെല്ലാം കണ്ടില്ലേ, ഫുള്ള് കച്ചവടങ്ങളും. പിന്നെ ഈ 2 സൈഡിൽ കൂടെ ഉള്ള എൻട്രൻസിൽ കൂടെ ആൾക്കാർ നടക്കാനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ നടുക്കൂടെ മാത്രമേ ഇപ്പോൾ വണ്ടി പോകത്തുള്ളൂ. കണ്ടോ, ഇതാണ് ആ ഒരു തീൻ ദർവാസ എന്ന് പറയുന്നത്. നമ്മുടെ ചാർമിനാറിലെ വീഡിയോയിൽ കണ്ടതുപോലെ ഇവിടെയും ഫുള്ളും കച്ചവടങ്ങളൊക്കെ കണ്ടില്ലേ, മുഴുവനും കച്ചവടങ്ങളൊക്കെ. നമ്മളിപ്പോൾ തീൻ ദർവാസ വഴി അകത്ത് കയറി വന്ന് കണ്ടോ, ഇതാണ് ആ ഒരു തീൻ ദർവാസ എന്ന് പറയുന്നത്. 3 എൻട്രൻസ് നിങ്ങൾ കാണുന്നില്ലേ കറക്റ്റായിട്ട്. ഇത് 1415 സംതിങ് ഉണ്ടാക്കിയതാണ്, 1400 ഉണ്ടാക്കിയതാണ്. ഈ ഫോർട്ട് വന്ന സമയത്ത് അതിൻ്റെ എൻട്രൻസ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ചുറ്റായ കണ്ടില്ല. ഇപ്പോൾ ഫുള്ള് മാർക്കറ്റാണ്. നമ്മൾ ചാർമിനാറിലൊക്കെ പോയപ്പോൾ കണ്ടതുപോലത്തെ മാർക്കറ്റുകളാണ് ഫുള്ളും. നമുക്ക് ഈ മാർക്കറ്റിനകത്തൂടെ കയറി നേരെ ഭദ്ര ഫോർട്ടിലോട്ട് പോകാം. ഇതിൽ ഫുള്ള് ഷൂസിൻ്റെ ഒക്കെ ഷോപ്പുകൾ കണ്ടില്ലേ, ചീപ്പ് റേറ്റിൽ. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഫുള്ള് സ്ട്രീറ്റ്, 2 സൈഡ് നടുക്കൂടെ മാത്രം റോഡ് ഇട്ടിട്ട് ബാക്കി 2 സൈഡിൽ ഇതുപോലെ ഫുള്ള് സ്ട്രീറ്റ് നടക്കാനുള്ള സ്പേസാണ്. ഇവിടെയൊക്കെ കണ്ടില്ല, ഇത് ഫുള്ള് ഷൂവിൻ്റെയൊക്കെ ഷോപ്പുകളില്ല, ഫുട്പാത്തുകളാണ് ഫുള്ള്. കണ്ടോ, നേരെ അങ്ങറ്റം വരെ ഫുള്ള് ഷൂവിൻ്റെ. ഈ സൈഡിൽ ഫുള്ള് കുറേ ഗാഡ്ജറ്റ്സിൻ്റെതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സൈഡിലല്ല. രാവിലെ ആയിട്ട് ഓരോ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. തുറന്നിട്ട് സാധനങ്ങളൊക്കെ അവരെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളാണ് ഇവിടെ കച്ചവടം കൂടുതൽ. നമ്മൾ മുമ്പ് പോയ സ്ട്രീറ്റുകളിലൊക്കെ കണ്ടില്ലേ, സൂറത്തിലും ചാർമിനാറിലൊക്കെ കണ്ടില്ലേ, വൈകുന്നേരങ്ങളാണ് കച്ചവടങ്ങൾ ഫുള്ള് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 12 മണിയായി സമയം. കണ്ടില്ല, ഇവിടെയൊക്കെ അടുക്കി പറക്കി വെക്കുന്നേ ഉള്ളൂ. രാവിലെ ഇവർ ഈ ഒരു സമയത്താണ് തുറക്കുന്നത്. കാരണം അതിന് മുന്നേ ഒന്നും കച്ചവടങ്ങളൊന്നും വലിയതായിട്ട് കാണത്തില്ലല്ലോ. അപ്പോൾ ഈ സമയത്താണല്ലോ ആളും വലിയ തിരക്കുകളൊന്നുമില്ല, വണ്ടികളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
വൈകുന്നേരം ആകുമ്പോൾ ഇതിനിടെ കൂടെ വണ്ടികളൊന്നും പോകത്തില്ല, ആൾക്കാർ മാത്രമായിരിക്കും പോകുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും, ഇവിടെ കാണാൻ നല്ല മനോഹരമായിരിക്കും. ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് മൊത്തം കച്ചവടങ്ങളും ഫുള്ള് അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. ഫുള്ള് കച്ചവടങ്ങളും ട്രാഫിക്കൊക്കെ കണ്ടില്ലേ. നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ആ ഒരു ഭദ്ര ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കയറണം. അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് കണ്ടില്ലേ, കച്ചവടങ്ങൾ കൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുക. നമ്മളെ ഉന്തി തള്ളി ഓരോ കച്ചവടത്തിലോട്ട് കയറ്റുക. അപ്പോൾ നമുക്ക് ഇതുവഴി അകത്തോട്ട് കയറാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ ഭദ്ര ഫോർട്ട് എന്തുവാ എന്തൊക്കെ നമുക്ക് അകത്തോട്ട് നോക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മന്ദിറൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. മന്ദിർ അതൊരു വേറൊരു മന്ദിറാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇതിനുള്ളിൽ കയറാം. അതുകൊണ്ട് ഇതുവഴി വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. ഉള്ളിൽ രണ്ട് സൈഡിലും കച്ചവടങ്ങളാണ്. നടുക്കൂടെ കുറച്ച് സ്ഥലം മാത്രമേ ഈ ഒരു ഫോർട്ടിൽ കയറാനുണ്ട്. ഇത് കയറാൻ പറ്റില്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഇതുവഴി നമ്മൾ അകത്തോട്ട് കയറി. ഇപ്പോൾ ഈ കാണുന്നതാണ് ഭദ്ര ഫോർട്ട് എന്ന് പറയുന്നത്. പണ്ടത്തെ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർട്ടാണ്. ഇവിടെ കയറുന്നതിന് ഇപ്പം ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ് ഇതിനകത്ത് കയറുന്നതിന്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവും. ഫ്രീ ആയിട്ട് അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ അത്ര മെയിൻ്റെനൻസ് സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഭദ്ര ഫോർട്ട് എന്ന് പറയുന്നത് അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു രാജാവ്, അന്നത്തെ ഒരു എംപററാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത്. ഈ ഒരു ഫോർട്ടിൻ്റെ കൂടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തീൻ ദർവാസയില്ലേ, അത് ഇതിൻ്റെ ഒരു എൻട്രൻസ് കവാടമായിട്ട് ഇത് എല്ലാം ഒരുമിച്ച് 1411 ഇതിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞത്. അഹമ്മദ് ഷാ ആണ് ഇത് നിർമ്മിച്ചത്. ഇതിന് ഭദ്ര ഫോർട്ട് എന്നിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേര് നൽകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മന്ദിർ ഞാൻ കാണിച്ചു തന്നില്ലേ, അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാളി ടെമ്പിളാണ്. അപ്പോൾ ഭദ്രകാളി ടെമ്പിളാണ്. അപ്പോൾ ആ ഭദ്രകാളിയുടെ അതിൽ നിന്നാണ് ഭദ്ര എന്നുള്ളൊരു പേരെടുത്തത്. അങ്ങനെയാണ് ഇതിന് ഭദ്ര ഫോർട്ട് എന്ന് പേരിട്ടത്. പിന്നെ 1800-കളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നപ്പം ഈ ഫോർട്ട് അവർ കൺവേർട്ട് ചെയ്ത് അവരുടെ പ്രിസണായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഫോർട്ട് അവരുടെ ജയിലായിട്ട് യൂസ് ചെയ്ത് വന്ന് ഇൻഡിപെൻഡൻസ് വരെ ഇത് അവരുടെ ഒരു ജയിലായിരുന്നു. നമ്മളങ്ങനെ ഭദ്ര ഫോർട്ട് നിന്ന് അവിടെ നിന്ന് കണ്ടിട്ട് ആ ഒരു സ്ട്രീറ്റും മാർക്കറ്റും എല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നെത്തിയിരിക്കുന്നത് സബർമതി റിവർ ഫ്രണ്ട് വാക്ക്വേയിലാണ്. കണ്ടില്ലേ, ഫ്രണ്ടിൽ വാക്ക്വേ കണ്ടില്ലേ, മൊത്തത്തിൽ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ വാക്ക്വേയും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ. ഭയങ്കര ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. ആൾക്കാരൊക്കെ ഫുള്ള് റോഡിലും ഒക്കെ ഇരുന്ന പാചകം ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന കുക്ക് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ ഓരോ കാഴ്ചകളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അഹമ്മദാബാദ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇതുപോലത്തെ കാഴ്ചകളാണ് ഫുള്ള്. ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഇതുപോലത്തെ ആയിരുന്നു. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വീടൊന്നും ഇല്ലാതെ റോഡിലൊക്കെ കിടക്കുന്ന അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. അതൊക്കെ കാണാൻ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര വിഷമമാണ് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ആ സബർമതി റിവർ ഫ്രണ്ട് വാക്ക്വേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ആളൊന്നുമില്ല. ഇവിടെ ലൈറ്റൊക്കെ ഇടുമെന്ന് തോന്നുന്നു വൈകിട്ട്. കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഒരുപാട് ദൂരമുണ്ട്. ഈ റിവർ നല്ല ദൂരം അങ്ങ് അറ്റം വരെ ഉണ്ട്. ഏതാണ്ട് ഒരു 4-5 കിലോമീറ്ററോളം ഈ വാക്ക്വേ ഉണ്ട് രണ്ട് സൈഡിലും. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലും കണ്ടില്ലേ, അവിടെ ബോട്ടിങ്ങിനൊക്കെയുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയും വാക്ക്വേ ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡും വാക്ക്വേ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നതിന് ശേഷം, ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ട് നീറ്റായിട്ട് കിടക്കുന്ന റിവർ കാണുന്നത് ഇപ്പോഴാണ്. കണ്ടില്ലേ, ഈ സബർമതി റിവർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും അവർ ഇത്രയും ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ രണ്ട് സൈഡിൽ വാക്ക്വേ ഒക്കെ കൊടുത്ത് കണ്ടില്ലേ, ബ്രിഡ്ജുകളൊക്കെ കണ്ടില്ലേ, 2-3 ബ്രിഡ്ജുകൾ ആ സൈഡിലോട്ട് തന്നെ. പിന്നെ അതുകൊണ്ട് അവിടെ മെട്രോ ഉണ്ട്, മെട്രോൻ്റെ പില്ലറുകൾ കണ്ടില്ലേ. പിന്നെ അങ്ങോട്ട് ബ്രിഡ്ജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റിവറൊക്കെ തന്നെ കണ്ടില്ലേ, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടുന്ന് മറ്റേ ഈ പായലൊക്കെ കാണുന്നില്ല, ഈ കിടക്കുന്ന പായലൊക്കെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്ന് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി, 2-3 റൗണ്ട് ഇങ്ങനെ കറങ്ങി ഇത് ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു വാക്ക്വേ റീസെൻ്റ് ആയിട്ട് എന്തോ വന്നതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഉള്ളവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള കാർക്ക് തുപ്പലൊന്നും ഇവിടെ കാണുന്നില്ല. മറ്റേ പാൻപരാക്ക് തുപ്പി വെക്കുന്നതൊക്കെ അതൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. സാധാരണ ഇങ്ങനെ ഒരു സ്ഥലം പോലും അവർ വെറുതെ വിടത്തില്ല. ഇതെനിക്കൊന്ന് പുതിയ എന്തോ വാക്ക്വേ സംഭവങ്ങളാണെന്ന് തോന്നി. ഇത് കണ്ടിട്ട് കണ്ട മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് റീസെൻ്റായിട്ട് ചിലപ്പം ഒരു വർഷത്തിലോ ഒക്കെ അകത്ത് വന്നതായിരിക്കും ഈ ഒരു വാക്ക്വേ എന്ന് പറയുന്നത്. വിശന്ന് തുടങ്ങി. അപ്പോൾ വിശന്ന് തുടങ്ങി നമുക്ക് ഫുഡ് കഴിക്കാൻ വരാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടില്ലേ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്, കുറേ നേരം അവിടെ ഇരുന്ന് ഫോണിലൊക്കെ നോക്കിയിട്ടിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. ദോശയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനകത്ത് റൈസ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിനകത്ത് റൈസ്, ഫിക്സഡ് ലഞ്ച്, ഡിന്നർ, റൈസ് പ്ലേറ്റ് ഉണ്ട്, റൈസ്, സാമ്പാർ, കത്തോട്, പപ്പട്, രസം. നമുക്ക് ഈ റൈസ് പ്ലേറ്റ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ ചോറ് വന്ന് ഇതുണ്ട്, കുഞ്ഞരിയുള്ള ചോറ്, പിന്നെ അച്ചാർ, ഇത് മറ്റേ കടലക്കറിയാണ്, കടല ഉണ്ടല്ലേ, കടലക്കറി, ഇത് സാമ്പാർ, ഇത് രസം,
ഒരു പപ്പടം അല്ല, നമുക്കിനി കഴിച്ചു നോക്കാം. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. കറികളെല്ലാം ഒരു തമിഴ്നാട് സ്റ്റൈൽ കറികളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു സദ്യയായിരുന്നു. കൊള്ളായിരുന്നു, പക്ഷേ ഫുഡൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ മൊത്തം ഷോപ്പുകൾ. ഇത് നമ്മൾ നേരത്തെ വന്ന ഏരിയ കണ്ടില്ലേ, അവിടെയാണ് ആ ഒരു ഭദ്ര ഫോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് നമുക്ക് തിരിച്ച് പോവേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനടുത്തായിരുന്നു, നമ്മൾ നേരത്തെ അത് വിട്ടുപോയി സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ജമാ മസ്ജിദാണ്. കണ്ടില്ലേ ഇവിടുത്തെ ഷോപ്പും ഇതെല്ലാം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ഈവനിങ് ഷോപ്പിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക് കൂടി തുടങ്ങി. വണ്ടിയും ബഹളമായിട്ട് മൊത്തം ഷോപ്പുകളെല്ലാം തുറന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ജമാ മസ്ജിദ് ഒന്ന് വെച്ച് നേരെ നടക്കാം. ഇതാണ് ഒരു ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. നടുക്കുണ്ടല്ലോ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ആ ഭദ്ര ഫോർട്ടും പിന്നെ തീൻ ദർവാസയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു അഹമ്മദ് ഷാഹി എന്ന് പറയുന്ന ഒരു എംബറല്ലേ, പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഒരു മോസ്കും അല്ല ഈ ഒരു ജമാ മസ്ജിദും ഇവിടെ നിർമ്മിച്ചത്. ഇതെല്ലാം വന്നതെന്ന് പറയുമ്പോൾ 1411 ശേഷം വന്നതാണ്. ഇതെല്ലാം അതിൻ്റെ കൂടെ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങുകളാണ്. ഇതെല്ലാം കണ്ട് ഇതൊക്കെ ഇവിടെ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോഴും നിസ്കാരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, പായൊക്കെ വെച്ചേക്കുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പായിട്ടുണ്ട്. ആളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പായ ഇവിടെ വിരിച്ചിട്ട് ഇവിടെ നിസ്കരിക്കും. ഇപ്പോഴും ഇതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജമാ മസ്ജിദിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു മനേക് ചൗക്കുണ്ട്. അപ്പം ആ ഒരു സ്ട്രീറ്റിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ട്രീറ്റ് തുടങ്ങിയിട്ടില്ല, ഇതെല്ലാം സ്ട്രീറ്റ് തന്നെ, പക്ഷേ അത് കുറച്ചുകൂടെ ഫുഡ് സ്ട്രീറ്റും ഫുഡും അങ്ങനത്തെ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഇത് മൊത്തം ഷോപ്പിംഗ് അല്ലേ, അവിടെ ഫുഡും ഷോപ്പിങ്ങും അങ്ങനത്തെ എല്ലാം കൂടെ ഉള്ളൊരു സ്ട്രീറ്റാണ്. അപ്പം അത് വരുന്നത് നമ്മുടെ ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തീൻ ദർവാസയുടെ അവിടെയുള്ള മാർക്കറ്റാണ്. തീൻ ദർവാസ മാർക്കറ്റ് ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ഈ മനേക് ചൗക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അങ്ങനെ ആ ഒരു മനേക് ചൗക്കിലോട്ട് കയറി. ഇപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ മൊത്തം സ്വീറ്റ് ഐറ്റംസൊക്കെയാണ്. ഫുൾ ഇവിടുത്തെ സ്വീറ്റ്സ്, ഗുജറാത്തി സ്വീറ്റ്സൊക്കെയാണ് ഇവിടെ മൊത്തം കിട്ടുന്നത്. ഈ ഒരു സൈഡ് ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഏരിയ, ഈ സൈഡ് ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഏരിയ. ഇപ്പുറത്തെല്ലാം ഡ്രസ്സിൻ്റെ, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ മറ്റേ അടുക്കള സാധനങ്ങളും പാത്രങ്ങളും അങ്ങനത്തെ എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ 14 കിലോമീറ്ററാണ് മൊത്തം നടന്നത്. 14 കിലോമീറ്റർ നടന്ന് നമ്മൾ ഈ അഹമ്മദാബാദ് സിറ്റി ഫുള്ള് കണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ പോയിരുന്നെങ്കിൽ ഇത്രയും കാഴ്ച കാണാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ കണ്ട്, ഗല്ലീസ് കണ്ട്, പിന്നെ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, പഴയ റെസിഡൻഷ്യൽ ഏരിയകൾ, പിന്നെ അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകളും പിന്നെ സിറ്റികൾ, അങ്ങനെ പലതരം കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം നടന്നു പോകാണ്ട് കിട്ടിയ കുറേ കാഴ്ചകളാണ്. ഇന്ന് നിങ്ങൾ കണ്ടത് അഹമ്മദാബാദ് സിറ്റിയിലെ കാഴ്ചകളാണ്. നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.